ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറയുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എൻ്റെ റീൽസിൽ വരുന്ന ഒരു ഫീഡാണ്. ഞാൻ ഒരു സിമ്പിള് കാണുന്നുണ്ട്. ഓക്കെ, ഈയിടെ ആയിട്ട് അത് കാണാൻ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇല്ലെങ്കിൽ മദർ ബോർഡിന്റെ ഒരു സർക്യൂട്ട് സിമ്പിളൊക്കെ പോലെ തന്നെ. ബട്ട് അത് അത്രയും വർഷം മുമ്പാണ് ആ ഒരു സിമ്പിള് കാണിച്ചേക്കുന്നത്. ഓക്കെ, ആ ഒരു സിമ്പിൾ അത്രയും വർഷം മുമ്പുള്ള ഏതൊരു കല്ലിൻ്റെ അകത്തോ ഏതൊരു സ്ക്രിപ്റ്റേഴ്സിൻ്റെ അകത്തൊക്കെയാണ് അത്. അങ്ങനെ നോക്കുമ്പോൾ അത്രയും വർഷം മുമ്പ് നമ്മളേലും ചിലപ്പോൾ ബിക്കോസ് ആ കാലഘട്ടത്തിൽ അത്രയും ഒരു സർക്യൂട്ട് സിമ്പിളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർ ഇന്ന് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മളെ കൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സർക്യൂട്ട് ബോർഡൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവരെത്രത്തോളം വെൽ ഡെവലപ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും അവർ. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചേക്കുന്ന ഓരോ വസ്തുക്കളും, ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, ക്യാമറാസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിനു മുമ്പേ ഉള്ളതാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ പുഷ്പക വിമാനത്തെ കുറിച്ച് പറയുന്നത്. വാട്ട് ഈസ് പുഷ്പക വിമാനം? ഓക്കെ, വിമാനം മീൻസ് ഒരു മാനത്തിന് മേളിൽ പറക്കുന്നതാണ് വിമാനം. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്പേസ്ഷിപ്പ് ഇല്ലെങ്കിൽ UFO. നമുക്ക് ഇന്നും അറിയാത്ത പറക്കുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്നതാണ് UFO, അൺനോൺ ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. എന്തുകൊണ്ട് ഇതൊക്കെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിക്കോളും? ഇപ്പം നമ്മൾ ഈ പറയുന്ന ഹെലികോപ്റ്റേഴ്സ്, എയറോപ്ലെയിൻസ്, ഇതൊക്കെ ഓൾറെഡി ഇതിനു മുമ്പേ കണ്ടുപിടിച്ചതാണ്, ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഭവങ്ങളാണ്. ഈ എപ്പോഴോ ഏതൊരു പടത്തിലുണ്ട്, ചരിത്രം ആവർത്തിക്കുകയാണ്. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? ഇൻ ദ സെയിം വേ എവ്രിതിങ് ഈസ് ലൈക്ക് റിപ്പീറ്റിംഗ്. എല്ലാ കാര്യങ്ങളും റിപ്പീറ്റിംഗ്. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂക്ലിയർ ബോംബ്, ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതല്ലേ ന്യൂക്ലിയർ ബോംബ്സ്. പക്ഷേ പഴയ സ്ക്രിപ്റ്റേഴ്സിൽ നമ്മൾ ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്, ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ച് പറയുന്ന സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമുക്കൊരു ന്യൂക്ലിയർ ബോംബിൽ കാണാൻ പറ്റും. എന്തൊക്കെയോ എവിടേക്കോ ഇറ്റ്സ് കണക്റ്റഡ്. ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യണം. ഇന്ന് നമുക്കൊരു പ്രിസൈസ്ഡ് ആയിട്ട് ഒരു സ്റ്റോൺ കട്ടിങ് ഇല്ലെങ്കിൽ സ്റ്റോണിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊത്തി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേസർ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്, വളരെ പ്രിസൈസ്ഡ് ഉള്ള ഡിസൈൻസ്. പക്ഷെ ഇതിനേലും പ്രിസൈസ് ആയിട്ടുള്ള കട്ടിങ്സും കാര്യങ്ങളും നമുക്ക് പഴയ അമ്പലങ്ങളിലും മറ്റേ വലിയ വലിയ ക്ഷേത്രങ്ങളിലും കാണാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ? അന്നത്തെ കാലത്ത് അപ്പം ഇതിനേലും വലിയ ടെക്നോളജീസ് യൂസ് ചെയ്തിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ പിരമിഡ് എടുത്ത് നോക്കിയാൽ തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന ഓരോ ക്യൂബ്സ് ആണ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് എത്ര വലിപ്പമുണ്ട് ആ ക്യൂബിനൊക്കെ. ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് എത്രത്തോളം ഹ്യൂജ് ഒരു സംഭവമാണ് അത്. അതൊക്കെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുക. അതൊന്നും ഒരു എക്സ്റ്റേണൽ മിഷനറീസിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. പിരമിഡ് ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. അതിൻ്റെ താഴത്തേക്ക് കുറേ പില്ലർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനർത്ഥം സംതിങ് ഫിഷി ബിഹൈൻഡ് എവറി ക്രിയേഷൻ. എല്ലാ ക്രിയേഷൻ്റെയും പുറകിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇനി മുന്നോട്ട് പറയാനുള്ള കോൺസെപ്റ്റ് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ് ഇറ്റ് ഗോഡ് ഈസ് ഫ്രം അനദർ ഡൈമെൻഷൻ? ഒരിക്കലും ഒരു ലോവർ ഡൈമെൻഷന് ഹയർ ഡൈമെൻഷനെ ഇമാജിൻ ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റും. ബട്ട് എ ഹയർ ഡൈമെൻഷൻ ക്യാൻ ഇമാജിൻ, ക്യാൻ ഡിസ്ട്രോയ് ദ ലോവർ ഡൈമെൻഷൻ, ഈവൻ ക്യാൻ ക്രിയേറ്റ് ദ ലോവർ ഡൈമെൻഷൻ. ഇതെല്ലാം പറഞ്ഞു വരുന്നത് നമുക്ക് പഴയ സ്ക്രിപ്റ്റേഴ്സിൽ നോക്കിയാൽ അറിയാം ഗോഡിനൊരു പ്രത്യേകിച്ച് രൂപമില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഗോഡ് ഈസ് ഫ്രം അനദർ ഡൈമെൻഷൻ. നമുക്ക് ആ ഡൈമെൻഷൻ പെർസീവ് ചെയ്യാൻ പറ്റില്ല, അത് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ മുമ്പിലൊരു 4 ഡയമെൻഷനോ 3 ഡയമെൻഷൻ എനിക്ക് കാണാൻ പറ്റും, ബിക്കോസ് വി ആർ ഫ്രം 3 ഡയമെൻഷൻ. 4 ഡയമെൻഷൻ ഇല്ലെങ്കിൽ അതിനും മേളിലുള്ള ഡയമെൻഷൻസ് വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ വിഷൻ ഓഫ് പെർസ്പെക്റ്റീവ് മാറും, എനിക്ക് അവരെ കാണുന്ന രീതി മാറും. ചിലപ്പോൾ അവരുടെ എക്സാക്റ്റ് ഫിഗർ ആയിരിക്കില്ല നമുക്ക് കാണാൻ പറ്റുക. എൻ്റെ ഒരു 3D ലിമിറ്റേഷൻസിൽ എനിക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക അത്രേ കാണാൻ പറ്റും. ഐ കാൺട്ട് ഇമാജിൻ ദ ഹയർ ഡയമെൻഷൻ. ദാറ്റ് ആർ ദ ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഈവൻ ദ ക്രിയേഷൻ ഓഫ് ദിസ് വേൾഡ് ഇസ് ബൈ ദ അതർ ഡൈമെൻഷൻ ക്രിയേച്ചേഴ്സ്. വേറൊരു ഡൈമെൻഷനിലെ ആൾക്കാരായിരിക്കും ഈ ഒരു ഡൈമെൻഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഭൂമി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറയുന്ന ക്രിയേഷൻസ് അല്ലെങ്കിൽ ജനസിസ് ഇതൊക്കെ റിയൽ ആണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ, bye. See you.